ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസ്യു കോളേജിന് മുൻപിലുള്ള SS ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. സ്പോർട്സ് ഗുഡ്സ്, ട്രോഫി, മൊമെന്റോസ്, ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ്, ഷട്ടിൽ റാക്കറ്റ്, സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ചേലക്കര. 6ാമത് ഓൾ കേരള സംസ്ഥാന മാസ്റ്റേഴ്സ് ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത് പഴയ ഇന്റർ യൂണിവേഴ്സിറ്റി താരങ്ങൾ. തൃശൂർ ജില്ലയിൽ നിന്ന് അഭിമാനമായി പഴയന്നൂർ കുമ്പളക്കോട് തീണ്ടാമ്പാറ വീട്ടിൽ റീമ ബാബുവും. മലപ്പുറം വണ്ടൂരിൽ നടന്ന 6ാമത് കേരള സംസ്ഥാന മാസ്റ്റേഴ്സ് ഫുട്ബോൾ മത്സരമാണ് പഴയ ഇന്റർ യൂണിവേഴ്സിറ്റി താരങ്ങൾക്ക് അഭിമാന മുഹൂർത്തം സമ്മാനിച്ചത്. ടീം എറണാകുളം എന്ന പേരിൽ മത്സരത്തിനിറങ്ങി ജേതാക്കളായ ഇവർ ഇനി കേരളത്തിനു വേണ്ടി ഏപ്രിലിൽ മത്സരത്തിനിറങ്ങും. ക്യാപ്റ്റൻ സി സഫ്രത്ത്, രഞ്ജു വർഗീസ് കണ്ണൂർ, NS അനുശ്രീ, KB ദീപ, NG റൂബി, തങ്കമണി രമേശ്, സാജിദ എറണാകുളം, R പ്രസീത ജയചന്ദ്രൻ, വൃന്ദ ആലത്തൂർ, B ബിന്ധ്യ പാലക്കാട്, ഇന്ദിര P ജോൺ, S രേഖ, തുളസി P ജോൺ തിരുവനന്തപുരം, ജിനി തോമസ് മലപ്പുറം, ദീപ രാമചന്ദ്രൻ ആലപ്പുഴ, റീമ ബാബു തൃശൂർ എന്നിവരാണ് ടീം അംഗങ്ങൾ. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമായവരാണിവർ. വീട്ടമ്മയും സർക്കാർ ജോലിക്കാരും സ്വകാര്യ കമ്പനി ജീവനക്കാരും അക്ഷയ ജീവനക്കാരും ഈ കൂട്ടത്തിലുണ്ട്. പഴയകാല താരങ്ങളായ ഇവർ അപ്രതീക്ഷിതമായാണ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. ജോലി തിരക്കിലും ഭർത്താവും മക്കളും കുടുംബവുമായെല്ലാം തിരക്കിലകപ്പെട്ട് പഴയ മത്സര ഓർമ്മകൾ മാത്രമാണ് ഇവർക്ക് മുതൽക്കൂട്ടായുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ സി സഫ്രത്തും NG റൂബിയുമാണ് ടീം അംഗങ്ങളെ കണ്ടെത്തി മത്സരത്തിനായി ഇറക്കിയത്. 3 മക്കളുടെ അമ്മയായ റീമ ബാബു പഴയന്നൂർ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് സുരേഷ് ബാബു നൽകിയ പിന്തുണയാണ് മത്സരത്തിലിറങ്ങാനും വിജയത്തിലേക്കും കൈപിടിച്ചുയർത്തിയതെന്ന് റീമ ബാബു പറഞ്ഞു. ഈ മാസ്റ്റേഴ്സ് ഗെയിംസിന് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ ഏട്ടനായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആളുടെ ഒരു ബലം എന്നുള്ളതാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. 4 മണിയാവുമ്പോൾ എഴുന്നേറ്റിച്ച് അലാറം വെച്ച് എഴുന്നേൽപ്പിച്ച് വർക്കൗട്ട് ചെയ്ത് ആൾ ഫുൾ സപ്പോർട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് നമ്മുടെ ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വീക്കാണ്, അതെല്ലാവർക്കും അറിയാം. നമ്മൾ ആ സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിറ്റായിരിക്കും, ബോഡി ഫിറ്റ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വീക്കായിരുന്നു. അതിനെല്ലാം ഓവർകം ചെയ്ത് ഫുൾ വർക്കൗട്ടിലൂടെയാണ് ഫുട്ബോളിൽ ഫോർവേഡാണ് എൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ തട്ടിക്കളിക്കുന്ന വീട്ടമ്മമാരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിന്നവരെക്കാൾ കളിയാക്കാൻ നിന്നവരാണ് ഏറെയും. അക്ഷയ സ്ഥാപന ഉടമ സജി തോമസ് ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ നൽകിയ പിന്തുണ എടുത്തു പറയേണ്ടതാണ് എന്നും മത്സരിക്കാൻ ഇറങ്ങുക എന്നത് മാത്രമായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത് എന്നും റീമ ബാബു പറയുന്നു. അതേപോലെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും ഒരുപാട് സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ മുന്നേ ഞാൻ സ്പോർട്സ് ചെയ്ത ഒരു വ്യക്തിയാണെന്നും കൂടെ അറിഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് പോയി ജയിച്ച് വരണം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ഇതായിരുന്നു. ബാക്ക് ബോൺ തന്നെയായിരുന്നു അവർ. അതുപോലെ എൻ്റെ പാരൻസ് ഫുൾ സപ്പോർട്ട്. അവർക്കറിയാം ഞാനൊരു പ്ലെയറാണ്, ഒരു സ്പോർട്സ്മാൻ ആണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് അവർക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടെ ഞാൻ വിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ആദ്യ മത്സരത്തിലെ വിജയം തങ്ങളെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിച്ചു എന്നും ഫൈനലിൽ കൊല്ലം ടീമിനെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് എന്നും റീമ കൂട്ടിച്ചേർത്തു. ഏപ്രിലിൽ ഹിമാചലിൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരളത്തിനായി ഈ 15 പേർ ജേഴ്സി അണിയും. കൂടെ അഭിമാനമായി ജില്ലയുടെ താരമായി റീമ ബാബുവും കേരളത്തിനായി മത്സരത്തിനിറങ്ങും. സെലക്ട് ചെയ്ത മെമ്പേഴ്സിനെ ഇനി അടുത്ത മാസങ്ങളിലായിട്ട് ഹിമാചൽ പ്രദേശിൽ വെച്ച് കേരളത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. അത് പോണോ വേണ്ടോ എന്നുള്ളത് തീരുമാനം എടുക്കുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ ഫിനാൻഷ്യലി എല്ലാ ചെലവുകളും നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ പോണോ വേണ്ടോ എന്നുള്ള തീരുമാനം ആയിട്ടില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.